ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് പോയ ചാടാൻ പോവാൻ കേട്ടോ. ആരൊക്കെയുണ്ട്? ഞാൻ ജസ്റ്റ് എക്സൈറ്റഡ് ആണ്. ചാടലുണ്ടാക്കുമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഏതായാലും ഇതൊക്കെ നഷ്ടമാവില്ല കണ്ടു നോക്കിയാൽ. നമ്മുടെ കൂടെ ആരല്ലേ? എടുത്തു പോകണല്ലോ. പോയല്ലടാ പൂയ. എനിക്കെന്നെ ഞാൻ വരില്ല, പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ചെറുതെ അപ്പുറത്ത് പോകണ്ടിട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അല്ലു കറക്റ്റ് പേര് പഠിച്ചിട്ടോ. എവിടേക്കല്ലേ പോണേ? ഓനും കുറച്ച് യാക്ക് ഓവറാണ്, എനിക്കും യാ വരില്ല. നല്ല എടുക്കാൻ പോണേ? എവിടേക്ക്? അടുക്ക എന്നാ ബായ് കൊടുക്കണം. ബായ് കൊടുത്തു. ആർക്ക് ഹെൽമെറ്റ്? ഉമ്മയുണ്ടോ? അത് കിട്ടിയില്ല. കൊടുത്തോ? ചെറുച്ചല്ലേ, പോടാ അവിടെ നിന്ന്. ഹലോ ഡിയേഴ്സ്, അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ മൂത്തമ്മാൻ്റെ മോളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മയും മൂത്തമ്മാൻ്റെ മോളൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വേഗം പോവാമെന്ന് കരുതിയിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ ഞാൻ കരുതി അതൊന്നും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ കൂടിയ ഭയങ്കര രസമാണ്. അപ്പം ആദ്യം നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങാൻ വിചാരിച്ചിട്ട് ഒരു ബേക്കറിയിൽ കയറി. അപ്പോൾ ലല്ലൂനാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിലും മക്കൾക്ക് വേണമെന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ലോങ് അല്ല, ഞാൻ തന്നെ ലെങ്ത്ത് ഏറിപ്പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ മുരിക്കോട് ഭാഗത്താണ്. വെള്ളുവങ്ങാട് പാലത്തിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള ഇവിടെ നല്ല ഭംഗിയുള്ള പുയ്യൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് യാതൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങളതൊന്നും മെയിൻറ്റ് വെക്കരുത്. ഞാൻ ആദ്യം അതാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു പുഴയുടെ ആ ഒരു സൈഡ് അപ്പുറത്തേക്കാണ് ഞങ്ങൾ ഇന്ന് കുട്ടികളെയൊക്കെ കൊണ്ട് ചാടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടവയിലൂടെയൊക്കെ പോയിട്ടാണ് കേട്ടോ അവളുടെ വീട്. അവൾക്ക് വലിയ റിസ്ക് എടുത്ത് ബൈക്കൊക്കെ എടുത്ത് വരികയാണ്. ഇത് അവളുടെ ചെറിയ മോളാണ്. അവളിപ്പോൾ റെൻറ്റിനാണ് കേട്ടോ താമസിക്കുന്നത്. അവളോളെ ഹസ്ബൻഡ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവൾ വെള്ളം കളിച്ച് തരികയാണ്. ഞങ്ങൾ 2-3 കൂടിയാൽ തന്നെ ഭയങ്കര ഒച്ചും വിളിയാണ്. അപ്പോൾ ഒരു 4-5 ആളായില്ലേ, അതിൻ്റെ ഒച്ചും വിളിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനും കുറച്ച് ഓവർ ടോപ്പറ്റീവാണ്. ഇതിലൊക്കെ പറയണ പോലെ തന്നെ എല്ലാം നല്ല നാടനായിട്ടുള്ള നല്ല വർത്താനം പറയുന്ന ടീമാണ് കേട്ടോ. ലല്ലൂനൊക്കെ ഞാമ കൊണ്ടു കൊടുക്കുകയാണ്. ഇവള് നല്ല തേങ്ങാച്ചോറും പപ്പടം പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ ഞങ്ങളെ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവൾക്ക് പിന്നെ ഭയങ്കര ചമ്മലും കാപ്പൂന് അത് കൊടുത്തിട്ട് നല്ല വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ, അവൾ സ്വന്തമായിട്ടിട്ട്. പിന്നെ ഇത് വീട്ടിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ, മാതോളി നാരങ്ങ എന്ന് ഞങ്ങൾ പറയൽ. അതന്നെക്കാരം എല്ലാവരും പറയുന്നത്. അതിന് ശേഷം കുട്ടികളൊക്കെ വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും തന്നെ ടേബിളിലൊന്നും വെക്കണ്ട, നമുക്കും താഴ്ത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു കൂടി ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ കറിയും ചോറൊക്കെ. ഞാൻ തേങ്ങാച്ചോറ് അധികം ഇവിടെ വെക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടുന്നേലും ഇങ്ങനെ കിട്ടണേ. ഇവള് എൻ്റെ ഒരു കുഞ്ഞാമ്മയുണ്ട്, അവളെ ഫേവറേറ്റ് റൈസാണെന്ന് പറഞ്ഞിട്ടാണ് ഇതുണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവളിട്ട അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ചാറിൻ്റെ തീറ്റ കണ്ടിട്ട് ഇത് മൂത്തമാരെ മോള് വീഡിയോ എടുക്കണതാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് തല കുത്തനേക്ക് ആവുന്നത്. ഇത് തിന്ന് ഇപ്പൊക്ക് ഈ സ്നേഹം ഇവളോടെ വന്നാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും തിന്നാ. വല്ല മെച്ചിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അനങ്ങാതെ നിൽക്കണ ഓളാണ്. ഞങ്ങൾക്ക് 3 മണി ആയപ്പോത്തിന് ചായക്കടിക്കുള്ള മാവ് കൂട്ടിയിട്ടുണ്ട്. എന്താകും ആവാട്ടോ. അഞ്ചൊന്നുമില്ല 2 ഇത് സിയാ കേപ്പി എത്താൻ്റെ ഉൾപ്പെടി. എനിക്ക് തരുമടി, മുട്ടായി തരുമോ? ഞങ്ങളെ നോബി കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാനുണ്ട്. അപ്പം മുട്ടായിയൊക്കെ തിന്നുകാണ്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. ഇതാണ് ഓളെ മാന്തോളിൻ്റെ മരം. ഇതിമ്മ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ മൂക്കുന്നുള്ളൂ. മറ്റേതൊരു ഇത്തിരി കയ്പുണ്ടായിരുന്നു. അത് ഞാൻ വല്ലാണ്ട് കഴിച്ചില്ല. അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനെ കാണിക്കാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പാവം ബാക്കി പറയും. പാവം കഴിഞ്ഞിട്ട് പാവം എന്നിട്ട് ഫുൾ പറഞ്ഞോ ഇനി പറഞ്ഞോ. എന്നാ പഠിക്കോ പഠിക്കോ. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ലിറിക്സ് അറിയില്ലേ?
സംഗതി കൈകൊണ്ടൊക്കെ വരട്ടെ എന്നാലും എല്ലാരും വിശ്വസിക്കുള്ളൂ ഇജ പാടണെന്ന്. 5 പൈസക്ക് വരി അറിയില്ല. ഓള് പാടിയതാണ് കേട്ടോ. ഇവള് അല്ലേ, ഇവള് നല്ലൊരു പാട്ടുകാരിയാണ്. നിങ്ങൾക്ക് ഇവക്ക് വിശ്വാസമായില്ലേ? പൂയേക്ക് പോരുമ്പോ ഇത്ര മേക്കപ്പോ, ഇത്ര ആത്മാർത്ഥത ഉള്ള കുട്ടികളാണ്. നാല് മേക്ക് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞാമ്മയും മുത്തമ്മാൻ്റെ മോളും കൂടിയിട്ട് ഭയങ്കര സ്മ്യൂഡിൽ പാട്ട് പാടാണ്. ഞാനതുപോലെ അറിയാത്ത രീതിയിൽ പോയിട്ട് എടുത്തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വോയിസ് കേട്ടിട്ട് കരുതുണ്ടാവും ഞാൻ അറിയാത്ത രീതിയിൽ എടുക്കുകയാണ്. നല്ല കേട്ടോ, അവൾ വിളിച്ചു വരുത്തുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓളിന്നെ വിളിച്ചു വരുത്തി അഭിനയിക്കുകയാണ് ഓല് രണ്ടാളും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പോഴത്തേക്ക് നമ്മൾ മഴ പെയ്തു. ഇപ്പം എന്നും വൈകുന്നേരം മഴയല്ലേ, അപ്പം നന്നായിട്ട് പെയ്തു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്ലാനൊക്കെ പൊട്ടിന്ന് കരുതി നിൽക്കുന്നു. ഇവരാണ് ആ കരയുന്നത്, പാലാപ്പള്ളിയെ കൊന്ന് ഇജത്തിന് മൂക്കൊണ്ട് പാടുന്നത്. അപ്പോൾ മക്കളൊക്കെ മയത്തിറങ്ങിയിട്ട് മുത്തമ്മാൻ്റെ മോള് വടിയൊക്കെ എടുത്തിറങ്ങിയിട്ട് എല്ലാവരെയും അകത്തേക്ക് ആക്കാണ് കേട്ടോ. ലല്ലുപ്പയാണ് മെയിന്. അതിന് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. അതിന് മഴ കൊള്ളിക്കണേന്നൊന്നും ഞാൻ ഓൾറെഡി മക്കളൊക്കെ അതിന് അലോ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു രസമല്ലേ, നമ്മളപ്പോൾ കുറേ ചെറുപ്പത്തിൽ ചെയ്തതല്ലേ. എൻ്റെ വലിയ താത്തല്ലേ ഞാൻ പറഞ്ഞ മുത്തമ്മാൻ്റെ മോള്, ഓളിൻ്റെ വലിയ താത്തയാണ് കേട്ടോ. എൻ്റെ മൂത്തത് പിന്നെ ഞാനാണ് ഞങ്ങളുടെ ഫാമിലിയിലത്തെ പേരക്കുട്ടികളിൽ. ഓള് 50 ചുറ്റു ഇറങ്ങിയിട്ടുണ്ട്. എന്നും ഭയങ്കരമായിട്ട് പുള്ളാണ് അവളത്. ഇന്ന് പുള്ളിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തോ മാവെന്തോ ടൈറ്റായിട്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം തന്നെ പറയുകയാണ് എൻ്റെ റിവ്യൂ കൂടി. അപ്പോൾ മഴയൊക്കെ ചോർന്നപ്പോൾ നമ്മൾ ഏതായാലും മക്കളൊക്കെ അത് പറഞ്ഞ് ബോധിപ്പിച്ച് കൊടുക്കുന്നതല്ലേ വിചാരിച്ചിട്ട് പുഴയിലേക്ക് ചാടാനായിട്ട് ഓടാണ് കേട്ടോ. എല്ലാവരും ഓട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. അത്ര ത്രില്ലിലാണ് എന്നുള്ളത്. അപ്പോൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ പുഴയെ പോവാൻ. പക്ഷേ ഞങ്ങൾ മഴ ചതിച്ചു, നന്നായിട്ടൊരു മഴ പെയ്തു. ഇപ്പോൾ 4:30 മണി ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഇരുട്ടുണ്ട്. എന്നാലും മക്കളൊക്കെ പൂതി വെച്ചതല്ലേ വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ്. എടുക്കണേ നടന്നോളെ. പോയല്ല പറയേ പൂയ, അതെനിക്ക് വരൂല. ഞങ്ങൾ പോയിക്കോളെ, നടത്തി എല്ലാവരും പോയിക്കോളെ. ചെക്കൻ പഠിച്ചു കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാൻ കേട്ടോ. മാറ്റിയതൊക്കെ ഡ്രസ്സൊക്കെ കഴിച്ച് വെച്ചിട്ട് എടുക്ക്. പേര് ശരിയല്ല, പറ അവിടെ എന്താ ഉള്ളത്? ആ അറിയല്ലേ. പിന്നെ ഡോൾഫിനൊക്കെ ഉണ്ട്. ചെല്ലേ എന്നെ കടിച്ചട്ടെ. ചെല്ലേ കുത്തും എടപ്പാ വല്ലേ തപ്പ പുയ്യൂനെ കൊന്നു. ചെല്ലേ ഇത് ഞങ്ങളെ വല്യമ്മ ഒന്ന് തീരി. ഓളാണ് ഞങ്ങളെ നയിച്ചത്. പടി കുട്ടീൻ്റെ കയ്യിൽ കണ്ടില്ലേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മാത്രമല്ല എല്ലാവർക്കും ആ യാക്ക് കമ്മിയാണ് എന്നുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. കുറച്ച് ഇടവഴി കൂടെ ഒക്കെ കേട്ടോ പോകണം. നല്ല റിസ്ക് പിടിച്ച് വെളുക്കാൻ നല്ല സാധ്യതയുള്ള ഒരു വഴി കൂടെ. ഞാൻ എല്ലാവരോടും പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വളുക്കി എന്നാൽ അതൊന്ന് വൈറലാക്കാലോ. നമ്മൾ കണ്ടപ്പോൾ മക്കളെ സന്തോഷം കണ്ടില്ലേ. നമ്മളും സന്തോഷത്തിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ ഒക്കെ. എന്നാൽ ഓവറായിട്ട് ഒഴിക്കൊന്നുമില്ല, ഒരു പാകത്തിനുള്ള ഒരു ഒഴിക്കിങ്ങനെ.
ഒഴുകി പോകുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടെ മാത്രം ഇടിയാണ്ട് നേനല്ലതീല് ഞാൻ അവളെ പേടിപ്പിച്ചാണ് എന്താ അവളെ ചെരുപ്പൂരിയൊക്കെ തക്കുട ഇറങ്ങണ്ട ബാ സിയ ഇവിടെ ഇരുന്നാ മതി കേട്ടാ ഇവിടെ ഈ കല്ലും വരുന്നോ അല്ലേ അല്ലേ എങ്ങണ്ട് കൈ വിടൂല അവിടെ പൈസ അടിക്കാം ഒഴിച്ചു പോകാണെങ്കിൽ പിടിച്ചാൽ കിട്ടുവേ മറ്റേ താഴത്തേക്ക് ഞങ്ങൾ വണ്ടി വരുമ്പോ കണ്ടോളാം ഫോണ് പോയി ചാടിയിട്ട് വരാം ഞാനേ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു തോണി നിർത്തിയിട്ട് കണ്ടുട്ടോ ഞാൻ മക്കളെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൽ കയറ്റിയേക്കാണ് അത് ഇവിടെ കെട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു എനിക്കിത് ഇതൊക്കെ കാണുന്നത് നല്ല രസമല്ലേ നമ്മൾ ചിത്രത്തിൽ മാത്രം കാണുന്നത് നമ്മൾ ബോട്ടിൽ അങ്ങനത്തെ റൈഡൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ ചെയ്യും പക്ഷെ ഇതില്ലല്ലോ. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു തോണിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ തോണിയിൽ പോയിട്ടില്ല, മറ്റേ ബോട്ടിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല വൈബുണ്ട്. പക്ഷെ ഇത് ഇവിടുന്ന് പോകുന്നില്ല, അതോടെ കെട്ടിയിട്ടൊക്കെയാണ്. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പോവാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതേപോലെ ആ ഒരു സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു മരത്തുമ്മൽ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. നല്ല ബ്യൂട്ടിഫുൾ. ഇത് ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ പൊള്ളി സീനാണ്. വന്നത് ഏതായാലും നഷ്ടമായിട്ടില്ല. ഞാൻ നടന്നു പോവാണേ, കുറച്ച് വിട്ടാണ് കേട്ടോ. ഞാനിതൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള സീനാണ് കേട്ടോ. ആ കാക്ക അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോവാന്നാ പറഞ്ഞത്. ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞു കൂടെ, ബാങ്ക് കൊടുക്കാനായിരിക്കും. ആശാലെ മതി മതി, പാകത്തിനായി കയറിക്കാം. അതിൽ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പോന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കാലിയായി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോകട്ടെ. നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനാ വീട്ടിലേക്ക് പോകണം. നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. കണ്ടോ, സൈലൻ്റ് ആയിട്ടുള്ളൊരു പുഴയാണ്. ഇപ്പോൾ സൈനിങ് ഓഫ് പറയാൻ വന്നതാണ്. എന്നാൽ ശരി. അപ്പോൾ വെള്ളത്തിലൊക്കെ കളിച്ച് കുട്ടികൾ തണുത്ത് കോർണോണ്ട് തന്നെ അവർ വന്നപ്പോഴേക്ക് നമ്മൾ ചൂടുള്ള ചായയും പഴംപൊരിയൊക്കെ കേട്ടോ കൊടുക്കുന്നത്. നോക്കി പോസ് ചെയ്തിരുന്നേ, നോക്കി അങ്ങോട്ട് നോക്കാം. അഭിനയിച്ചിക്കണ് നല്ലല്ലേ, ഞാൻ അവനെ എടുക്കുള്ളൂ. എങ്ങനെയുണ്ട് കുഞ്ഞാ, എങ്ങനെയുണ്ട്? പഴംപൊരി രസമുണ്ടോ? താത്താനോട് പറയാം, എങ്ങനെയുണ്ട് പറയും. സൂപ്പറാണ് കേട്ടോ, സൂപ്പറാ. താങ്ക് യു. താങ്ക് യു പറഞ്ഞാൽ എന്താ പറയണ്ടേ? വെൽക്കം. എല്ലാവരും തണുത്ത് തറച്ചിട്ടാണ് വന്നില്ലേ. ചായ എത്ര ഉഷാറോടെ കുടിച്ചിന്. അപ്പോൾ രാത്രി ആയപ്പോൾ മക്കളൊക്കെ അകത്തിരുന്ന് ഓരോ ഭാഗത്തിരുന്ന് കളിക്കാണ്. ഞങ്ങൾക്ക് എൻ്റെ മൂത്തമ്മ കൂടിയും ജോയിൻ ചെയ്തു കേട്ടോ. മൂത്തമ്മാൻ്റെ പേരക്കുട്ടി അവിടെ നിൽക്കാനായിട്ടില്ല, എല്ലാവരും ഇവിടെ നിന്ന് കണ്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആണോള് കണ്ണീര് നടക്കാൻ പറയും. നോക്കോളെ കണ്ണിക്ക് ഓക്കെ സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞാമാൻ്റെ നാമൂസിന് വേണ്ടിയിട്ട് ഓൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉണക്കൽ പൊരിച്ചത്, വെറുംചോറ്, അതേപോലെ തന്നെ പയറുപ്പേരിയൊക്കെ. സത്യത്തിൽ ഓല് മന്തിക്കും ബ്രോസ്റ്റിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രോസ്റ്റും റൈസും ഒക്കെ എത്തിയാൽ മക്കൾക്കൊക്കെ അത് വട്ടത്തിലിട്ടിങ്ങനെ കഴിക്കാൻ കൊടുക്കാൻ കേട്ടോ. ഞങ്ങൾ സാധാരണ എല്ലാവരും കൂടുമ്പോഴും ടേബിളൊന്നും യൂസ് ആക്കാറേ ഇല്ല, എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്നാട്ടോ കഴിക്കൽ. എന്റെ ഫ്ലാഷ് ഇല്ലേ. ഇവർ ഫുഡൊക്കെ ലുലു എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞ് പാണ്ടിക്കാട് അവിടെയുള്ള നല്ല രസമുണ്ടായിരുന്നു. റൈസും ചിക്കനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ തന്നെ നല്ല അഫോർഡബിളും ആണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. മക്കള് ഹെവി ആയിട്ട് ഓരോന്ന് കഴിച്ചിട്ട് ചോദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ട് തപ്പിടുവോ അവിടെ കടിച്ചോ കടിച്ചോ. ഹലോ എങ്ങണ്ട് ഞാൻ കഴിച്ചോ അബ്ബക്ക് വരും. അപ്പോൾ ഇതാണ് കേട്ടോ അവർ കൊടുന്നൊരു വെച്ചിട്ടുള്ള ബാക്കിയുള്ളതാണ്, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. എത്രയാ വാങ്ങിയെന്നൊന്നും അറിയില്ല. ഇവർക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ബാക്കിയായിട്ടുണ്ട്. റൈസും ബ്രോസ്റ്റും ഒരു 7-അപ്പും അതിക്കുള്ള ഉപ്പൂസും സോസും ഒക്കെ ഉണ്ടായിരുന്നു. തക്കുടൂച്ച് കുറേ ബാക്കിയാക്കിയതിനെ കൊണ്ട് ഞാനിങ്ങനെ ഫോണ് കൊടുത്തിട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ ഇവിടുന്ന് ഇനി കഴിക്കാതെ പോന്നാൽ വീട്ടിലെത്തുമ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടാവും. മാളുമൂൻ്റെ അവിടുന്ന് നമ്മളെ കുടിക്കലിന്. അപ്പൊ അവന് മെയിൻലി ഇതാണ് ജോലി, വേറൊരു പണി മെയിൻലി എടുക്കലില്ല. പക്ഷെ എന്നാലും അവന് അതിന് അഭിമാനം ഉണ്ട്. ഇത് സമ്മതിക്കുന്നില്ല. അത് അതാണ് ഫുഡിനാണ് എല്ലാവരും ജയിക്കുന്നത്. കണ്ടോ, അത് അഭിമാനത്തോടെ പറയണതിന്റെ ഒപ്പം കേട്ടോ. ഇതിങ്ങനെ ഓന് കൊടുത്തിട്ടുള്ള ഒരു ചിപ്സ് ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നിടത്തുനിന്ന് കൊടുന്നതാണ്. പിന്നെ പട്ടാണി കടലൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ബ്രോസ്റ്റ് ഫിനിഷ് ചെയ്ത് ഒരു മന്തി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മള് കക്കരിക്കാണ്. അതാണോ അവന്റെ പ്രശ്നം? ഓറഞ്ച് തൊലി പൊളിച്ചോടെ ഇട്ടിക്കണ്. ഇനി കക്കരിക്ക തൊലി കൂടി പൊളിച്ചാന്നുള്ള ആക്രമണമാണ്. ഇതൊക്കെ കൊടുക്ക പോണത് ഞാൻ നേരത്തെ പറഞ്ഞതിനോട് യോജിച്ചു. പക്ഷെ തിന്നാനായിട്ട് ജയിക്കരുത്. അപ്പോൾ നമ്മളാളെത്തിയിട്ടുണ്ട് കേട്ടോ. മൂപ്പര് റൈസൊന്നും കഴിക്കാൻ ഇറങ്ങൂല, വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടുത്തെ കാക്കാൻ്റെ നിർബന്ധത്തിന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാതാണ്. പിന്നെ നമ്മൾ ബൈക്കിലിങ്ങനെ പോകുന്നു, മറ്റോല് കാറിലും പോകുന്നു, ബാക്കിയുള്ള എല്ലാവരും. മൂത്തമ്മാൻ്റെ മോന് എല്ലാവരും പിക്ക് ചെയ്ത് എല്ലായിടത്തും ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങൾ എനിക്ക് വേറെ ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ കൂടുന്ന ദിവസങ്ങളാണ് കേട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ. എനിക്ക് ഫുള്ള് ക്ലിപ്പിങ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കുറേ ഞങ്ങളുടെ ചളികളും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടും പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറേ ഒഴിവാക്കി വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.